നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിദേശ രാജ്യത്തേക്ക് പറക്കണമെങ്കിൽ ചിലവായി ഒരു നല്ല ശതമാനം തുക വേണ്ടിവരും എന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. എന്നാൽ ഈ ചിലവിൽ അല്പം മാറ്റം വരുത്താനാകും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് പ്രവാസികളെ സംബന്ധിച്ച് ഏറെ ആശ്വാസമാകുന്ന വാർത്തയാണ്. എന്നാൽ ഈ ചിലവിൽ അല്പം മാറ്റം വരുത്താനാകും എന്നതാണ് ഇപ്പോൾ ആശ്വാസകരമാകുന്ന കാര്യം. വിസ നിരക്കുകൾ കുറയ്ക്കാമെന്നുള്ള തീരുമാനം ഒമാൻ തൊഴിൽ മന്ത്രാലയം എടുത്തിരുന്നു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവാസികളുടെ വിസ നിരക്കുകൾ കുറയ്ക്കുന്ന സുപ്രധാന തീരുമാനത്തിലേക്ക് എത്തിയത്. വിസ കാലാവധി കഴിഞ്ഞവരിൽ നിന്ന് സെപ്റ്റംബർ 1 വരെ പിഴ ഈടാക്കില്ലെന്നാണ് ഇപ്പോൾ ഒമാൻ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഓഗസ്റ്റ് 31-നകം വിസ പുതുക്കുന്നവർക്കാണ് പിഴയിൽ ഇളവ് ലഭിക്കുകയെന്ന് ഒമാൻ തൊഴിൽ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതേസമയം ജൂൺ 1 മുതലാണ് ഒമാനിൽ പുതിയ വിസ നിരക്കുകൾ പ്രാബല്യത്തിൽ വരുന്നത്. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു തൊഴിൽ വിസ നിരക്കുകൾ കുറയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. 301 റിയാലായിരിക്കും ഏറ്റവും ഉയർന്ന വിസ നിരക്ക്. 101 റിയാലാണ് കുറഞ്ഞ വിസ നിരക്ക്. നേരത്തെ 2001 റിയാൽ ഈടാക്കിയിരുന്ന ഏറ്റവും ഉയർന്ന വിഭാഗത്തിൽ 301 റിയാലാക്കിയാണ് ഫീസ് കുറച്ചിരിക്കുന്നത്. സ്വദേശിവത്കരണ നിബന്ധനകൾ പാലിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഈ ഫീസിൽ 85% വരെ ഇളവ് നൽകും. നേരത്തെ 601 റിയാൽ മുതൽ 1001 റിയാൽ വരെ ഈടാക്കിയിരുന്ന തസ്തികകളിലേക്ക് ഇനി മുതൽ 251 റിയാലായിരിക്കും വിസ ഫീസ്. സ്പെഷ്യലൈസ്ഡ് സാങ്കേതിക വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് ഇതിൽ ഉൾപ്പെടുന്നവരിൽ അധികവും. ഈ വിഭാഗത്തിലെ സ്വദേശിവത്കരണം നടപ്പാക്കിയ സ്ഥാപനങ്ങൾക്ക് 176 റിയാൽ ആയിരിക്കും ഫീസ്. നിലവിൽ 301 റിയാൽ മുതൽ 361 റിയാൽ വരെ ഈടാക്കുന്ന വിഭാഗത്തിൽ ഇനി മുതൽ വിസ ഇഷ്യൂ ചെയ്യാനും പുതുക്കാനും 201 റിയാൽ ആയിരിക്കും പുതുക്കിയ നിരക്ക്. ഇതും സ്വദേശിവത്കരണം പൂർത്തിയാക്കിയവർക്ക് 141 റിയാൽ ആയിരിക്കും ഇത്. വീട്ടുജോലിക്കാരുടെ ഫീസ് 141-ൽ നിന്ന് 101 റിയാലായും കുറച്ചിട്ടുണ്ട്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഉണ്ടായ പ്രതിസന്ധികളിൽ നിന്ന് ഒമാനിലെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനായാണ് ഇത്തരമൊരു തീരുമാനം സ്വീകരിച്ചത് എന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത് പ്രവാസികളെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. എന്തായാലും ഒമാന്റെ ഈ തീരുമാനം പ്രവാസികളെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.